സ്നേഹം, ദിവ്യസ്നേഹം, സ്നേഹം, ദിവ്യസ്നേഹം. സ്നേഹം നിഗളിക്കുന്നില്ല, ചീർക്കുന്നില്ല, അയോഗ്യമായി നടക്കുന്നില്ല, സ്വാർത്ഥം അന്വേഷിക്കുന്നതുമില്ല. സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല. ഈ ലോകത്തിലുള്ള എല്ലാ ആളുകളുടെയും ചിന്ത എന്താണ്? എന്തെങ്കിലും ചെയ്യുവാൻ പറഞ്ഞാൽ ആദ്യം എന്താണ് പറയുന്നത്? എനിക്കെന്ത് ലാഭം? നിനക്കൊരു ലാഭവുമില്ല ഇത് ചെയ്യണമെന്നാൽ. ഞാനെന്തിനു ചെയ്യണം? ചെയ്താൽ എനിക്കെന്ത് കിട്ടും? അതുകൊണ്ടാണ് ഈ പാസ്റ്റർമാർ നിങ്ങൾക്ക് കിട്ടുമെന്ന് പറയുന്നത്. എന്താണ്? നിങ്ങൾക്കൊന്നും കിട്ടില്ല. എന്താണ് സഹോദരി കിട്ടുന്നത്? 8 മക്കളെ വളർത്തി വലുതാക്കി. എന്താണ് ലാഭം കിട്ടുന്നത്? എൻ്റെ അടുക്കൽ പ്രാർത്ഥനയ്ക്ക് പ്രായമുള്ള ചില ആളുകൾ വരാറുണ്ട്. നടക്കാൻ പോലും ബുദ്ധിമുട്ടുള്ള അനേകം ആളുകളും പലപ്പോഴും വരാറുണ്ട്. ഒരു ദിവസം പ്രായമുള്ള സ്ത്രീ വന്നിട്ട് ഒരു 100 രൂപ എൻ്റെ കയ്യിൽ വെച്ച് തന്നു. അമ്മയ്ക്ക് ഈ പണം എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിച്ചു പറയാണ്, സർക്കാർ എനിക്ക് തരുന്നുണ്ടല്ലോ എന്ന്. സർക്കാർ തരും, ശരിയാണ്. നിങ്ങൾക്ക് മക്കളില്ലേ? മക്കളൊക്കെയുണ്ട്, 7 പേരാണുള്ളത്. പിന്നെ എന്താണ്? അവർ തരില്ലേ? അവരെന്ത് തരാനാണ്? ഏതായാലും അവർ സുഖമായിട്ട് ജീവിച്ചാൽ മതി. ആട്ടെ, അമ്മ ഇപ്പോൾ എവിടെയാണ് താമസിക്കുന്നത്? അത് സർക്കാർ ഉണ്ടാക്കിയതായ ആ ഭവനത്തിലാണ്. അപ്പോൾ സ്വന്തം മക്കൾ ആരും തന്നെ നോക്കുകയില്ലേ? അവരാരും തന്നെ എന്നെ നോക്കത്തില്ല. മറ്റൊരു മാതാവ് ഇങ്ങനെ പറഞ്ഞു, എൻ്റെ മകൻ വന്നിട്ട് എൻ്റെ പെൻഷൻ പൈസ തരൂ എന്ന് പറഞ്ഞ് ഉപദ്രവിക്കുകയും എൻ്റെ കൈ നോക്ക് ഒടിക്കുകയും ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് കൈ കെട്ടിവെച്ചിരിക്കുകയാണ്. അപ്പോൾ നോക്കൂ, എത്ര ഭയങ്കരമാണ്. സ്വന്തം പ്രയോജനം അന്വേഷിക്കുന്ന ആളുകൾ. മാതാവിനെയും പിതാവിനെയും നമുക്ക് സഹായം ചെയ്താൽ മാത്രമേ അവരെ നിങ്ങൾ നോക്കുകയുള്ളൂ. അവർക്ക് പെൻഷൻ ഉണ്ടെങ്കിൽ മാത്രമേ അവരെ നോക്കുകയുള്ളൂ. പെൻഷൻ വാങ്ങിയെടുത്തിട്ട് അവരെ ഏതെങ്കിലും മൂലയ്ക്ക് കൊണ്ട് കളയും. പെൻഷൻ കിട്ടുന്ന അമ്മമാരെയും അപ്പന്മാരെയും നോക്കാൻ വേണ്ടി മക്കൾ തമ്മിൽ മത്സരമാണ്. ഞങ്ങളുടെ വീട്ടിൽ നിർത്താം, ഞങ്ങൾ നോക്കിക്കൊള്ളാം. ഇതിനു വേണ്ടിയാണ്, ആ പെൻഷൻ കാശിന് വേണ്ടി. അല്ലാതെ സ്നേഹം കൊണ്ടല്ല. അമ്മയെ എൻ്റെ വീട്ടിൽ നിർത്തുകയാണെങ്കിൽ അമ്മയുടെ പെൻഷൻ എനിക്ക് കിട്ടുമല്ലോ. അപ്പോൾ എനിക്കതെടുത്ത് ഓരോരോ കാര്യങ്ങൾ കൊണ്ട് ഉപയോഗിക്കാമല്ലോ. അമ്മയുടെ കമ്മലും എനിക്ക് അമ്മ മരിക്കുമ്പോൾ ഊരിയെടുക്കാമല്ലോ. അതുകൊണ്ട് അമ്മ ഇവിടെ തന്നെ, ഞങ്ങളുടെ കൂടെ തന്നെ താമസിക്കുക. സ്വാർത്ഥം അന്വേഷിക്കുന്നത് യഥാർത്ഥ സ്നേഹമല്ല. സ്വന്തം ലാഭം നോക്കുന്നത് സ്നേഹമല്ല. സ്നേഹം എപ്പോഴും എന്ത് കൊടുക്കുവാൻ കഴിയും എന്നല്ലാതെ എന്ത് കിട്ടുമെന്ന് വിചാരിക്കുന്നില്ല. എന്ത് നൽകാൻ കഴിയുമെന്നാണ് ചിന്തിക്കുന്നത്. അനേക തവണയും എൻ്റെ ജീവിതത്തിൽ ഞാൻ പലപ്പോഴും വേദനിക്കാറുള്ള വിഷയമാണ്. പാവപ്പെട്ട ആളുകൾ വന്നിട്ട് സ്തോത്രകാഴ്ച എനിക്ക് നൽകുമ്പോൾ, എന്താണ് കർത്താവേ, ഞാനല്ലേ അവർക്ക് കൊടുക്കേണ്ടത്? ഇവരുടെ കയ്യിൽ നിന്നാണല്ലോ ഞാൻ വാങ്ങേണ്ടത് എന്നുള്ള വിഷമത്തോടെയാണ് ഞാൻ വാങ്ങാറുള്ളത്. ഒരമ്മയോട് ഞാൻ പറഞ്ഞു, അമ്മയുടെ കയ്യിലിരിക്കട്ടെ. അപ്പോൾ അമ്മ പറയുകയാണ്, എന്താണ് നിനക്കാണോ തന്നത്? ഞാൻ ദൈവത്തിന് എന്താണ് വാങ്ങൂ. ഞാൻ എന്താണ് പറഞ്ഞത്? അമ്മ പാവപ്പെട്ടതായ ഒരു അമ്മയല്ലേ, അമ്മയുടെ കയ്യിൽ അമ്മ ഇത് ചായ കുടിച്ചോളൂ, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടി ഉപയോഗിച്ചു, ഞാനെന്തിനാണിത് വാങ്ങിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ പറയുകയാണ്, എന്താണ് ഞാനിത് നിനക്ക് തന്നാണെന്നാണ് വിചാരിക്കുന്നത്? ഞാൻ ദൈവത്തിന് കൊടുത്താണോ? വാങ്ങൂ എന്ന് പറഞ്ഞ പോക്കറ്റിലിട്ട് തന്നു. സത്യമല്ലേ? ഞാൻ പറഞ്ഞ, അമ്മേ, ഈ 100 രൂപ ദൈവത്തിൻ്റെ നാമത്തിൽ കൊടുക്കുമ്പോൾ കോടിക്കണക്കിന് രൂപയുടെ വിലയുണ്ടതിന്. അനേകർ ത്യാഗമായിട്ട് ചെയ്യുന്നത് കൊണ്ടാണ് ഈ ശുശ്രൂഷ അനുഗ്രഹമായിട്ട് പോകുന്നത്. 5 അപ്പവും 2 മീനും ആ ബാലൻ കൊണ്ടുവന്നിട്ട് യേശുവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു. അപ്പോൾ അത് എല്ലാവർക്കും മതിയാകുന്നതായ രീതിയിൽ മാറി. ഇന്ന് അനേകരും ചിന്തിക്കുന്നത്, ഏതു ഗ്രാമത്തിൽ പോയാൽ ഞങ്ങൾക്ക് കൂടുതൽ പണമുണ്ടാക്കാൻ കഴിയും. അത് യഥാർത്ഥമായ ദൈവവേല അല്ല. എന്താണ്? സ്നേഹം ചീർക്കുന്നില്ല, സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല, ദേഷ്യപ്പെടുന്നില്ല, ദോഷം കണക്കിടുന്നില്ല. അടുത്ത നോക്കാം, ദേഷ്യപ്പെടുന്നില്ല. ഞാൻ ഇതേ പ്രസംഗം തന്നെ കുറേ വർഷങ്ങൾക്ക് മുമ്പ് കൽക്കത്തയിൽ വെച്ച് ചെയ്യുവാനിടയായതാണ്. ഈ വചനം കാണുമ്പോഴെല്ലാം ഞാൻ ആ കാര്യം ഇന്നലെ എന്ന പോലെ ഓർക്കാറുണ്ട്. സ്നേഹം ദേഷ്യപ്പെടുന്നില്ല എന്ന് പ്രസംഗിച്ച സമയത്ത് മുൻപിലിരിക്കുന്ന കൊച്ചുകുട്ടികൾ അവിടെ ഇരുന്ന് കുസൃതി കാണിക്കുകയാണ്. അവർ കുസൃതി കാണിച്ചുകൊണ്ടിരിക്കുന്നു. സ്നേഹം ദേഷ്യപ്പെടുന്നില്ല എന്ന് പ്രസംഗിച്ച് അങ്ങോട്ട് നോക്കിയപ്പോൾ അവരെ കണ്ട സമയത്ത് എനിക്ക് ദേഷ്യം വരാനിടയായി. മറ്റുള്ള ആളുകൾ എന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇദ്ദേഹം പ്രസംഗിക്കുന്നതെന്ത്, പ്രവർത്തിക്കുന്നതെന്ത്? അതെ, ഞാൻ എന്താണ് ചെയ്യുന്നത്? മുൻകോപം പാടില്ല എന്നാണല്ലോ പറയുന്നത്. കോപിക്കലെന്ന് പറഞ്ഞിട്ടില്ലല്ലോ. മീറ്റിംഗ് തുടങ്ങിയത് മുതൽ തന്നെ അവർ ബഹളം വയ്ക്കുകയാണ്. പാട്ടുപാടിയ സമയത്ത് അസാരമില്ലെന്ന് ഞാൻ വിചാരിച്ചു. പ്രാർത്ഥിച്ച സമയത്തും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുന്നത് കണ്ടു. പ്രസംഗം തുടങ്ങിയ സമയത്തും അവർ ബഹളമുണ്ടാക്കുന്നു. ഞാൻ 2-3 തവണ സ്നേഹത്തോടെ, മോനെ മോളെ വഴക്കുണ്ടാക്കരുതേ എന്ന് പറഞ്ഞു. എത്ര നേരം പിന്നെ സഹിക്കുന്നേ?
അനേകരും ദൈവത്തിന്റെ വചനം അവർക്ക് ഇഷ്ടമുള്ളതുപോലെ വളച്ചൊടിക്കാറുണ്ട്. ആരെങ്കിലും കോപിക്കുകയാണെങ്കിൽ, എന്തിനാണ് എൻ്റെ മേലെ നിങ്ങൾ ആവശ്യമില്ലാതെ കോപിക്കുന്നത്? കോപിക്കണം. കോപിച്ചാൽ നിങ്ങൾ പാപം ചെയ്യരുത്. നിങ്ങൾ കോപിച്ചാൽ സൂര്യൻ അസ്തമിക്കുന്നതിന് മുൻപ് അത് പറഞ്ഞു തീർക്കണം. മറ്റൊരു വചനത്തിൽ ഇപ്രകാരം പറയുന്നു, പാപത്തെക്കുറിച്ചുള്ള കാര്യത്തിൽ ഒഴികെ ഒരു രീതിയിലും കോപിക്കുവാൻ പാടില്ല. കോപിക്കരുത്. എന്നെ സംബന്ധിച്ച് എന്നെ എന്തു പറഞ്ഞാലും എനിക്ക് ദേഷ്യം വരികയില്ല. എന്നാൽ എൻ്റെ യേശുവിനെ എന്തെങ്കിലും പറഞ്ഞാൽ എനിക്ക് കോപമുണ്ടാകും. എന്താണ്? ദൈവവേലയിൽ തടസ്സമുണ്ടാക്കുമ്പോഴാണ് കോപമുണ്ടാകുന്നത്. അതുപോലെ തന്നെ ആളുകൾ ദൈവികാര്യത്തിൽ ശ്രദ്ധയില്ലാതിരിക്കുന്നത് കാണുമ്പോൾ എനിക്ക് കോപമുണ്ടാകും. എന്നാൽ അത് ദേഷ്യത്തോടു കൂടി ഉണ്ടാകുന്ന കോപമല്ല, ശാസനയാണ്, സ്നേഹപൂർവമുള്ള ശാസന. നമ്മുടെ ദൈവം ദീർഘക്ഷമ ഉള്ളവനാണെന്നാണല്ലോ പറയുന്നത്. അവൻ ദീർഘക്ഷമയുള്ള ദൈവമാണ്. അവൻ്റെ കോപം ക്ഷണനേരത്തേക്കേ ഉള്ളൂ. എത്ര സമയമാണുള്ളത് അവൻ്റെ കോപം? ഇത്രയുമേ ഉള്ളൂ അവൻ്റെ കോപം, കൂടുതലില്ല. ഇത്രയും സമയം. 55 വർഷങ്ങളായിട്ട് 66 വർഷങ്ങളായിട്ട് നിന്നോട് ക്ഷമ കാണിച്ചതായ ദൈവത്തിൻ്റെ കോപം ഒരു നിമിഷത്തേക്കൊന്ന് ജ്വലിക്കുകയാണെങ്കിൽ അവിടെ നിന്റെ കഥ കഴിയുകയാണ്. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ആക്സിഡൻ്റ് ഉണ്ടായിട്ടുണ്ടോ? എനിക്ക് 2 തവണ ഉണ്ടായിട്ടുണ്ട്. ദൈവത്തിൻ്റെ വേലയ്ക്ക് പോയിട്ട് വരുമ്പോൾ, ഒരു തവണ കാറിലും ഒരു തവണ ബൈക്കിലും വരുമ്പോൾ. അതുപോലെ സൈക്കിളിൽ പോകുന്ന സമയത്ത് എന്താണ് ആക്സിഡൻ്റ് ആകുമ്പോൾ എങ്ങനെയാണ്? നാം നേരെ പോയിക്കൊണ്ടിരിക്കും, ടപ്പേന്ന് പെട്ടെന്നൊരിടി. ഒറ്റയടിക്ക് ആ സാഹചര്യം, ആ സിറ്റുവേഷൻ മുഴുവൻ തലകീഴായിട്ട് മാറാനിടയാകും. സൈക്കിൾ ഞാൻ പോയിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നൊരു വണ്ടി വന്നിട്ട് പുറകെ നിടിച്ചു. പെട്ടെന്ന് ഞാൻ താഴെ വീണ് കിടക്കുന്നതാണ് പിന്നെ കാണുന്നത്. എത്ര സമയം കൊണ്ടാണ്? കണ്ണടച്ച് തുറക്കുന്നതിന് മുൻപേ ഞാൻ നോക്കുമ്പോൾ സൈക്കിളിൽ നിന്ന് താഴെ വീണ് കിടക്കുന്നു. എന്നാൽ ഭാഗ്യത്തിൽ എനിക്കൊന്നും തന്നെ സംഭവിച്ചില്ല. എൻ്റെ ദൈവം എന്നെ കാക്കുവാനിടയായി. ദൈവം നിന്നെ കൈവിട്ടാൽ ആ ഒരൊറ്റ സെക്കൻഡ് മതി. ഇപ്പോൾ നിന്റെ ഹൃദയം ടപ്പ് ടപ്പ് നിടിക്കുന്നുണ്ടല്ലോ. എന്നാൽ ടപ്പ് ഒരു നിമിഷം കൊണ്ട് നിൽക്കുകയാണെങ്കിൽ ശവമായിട്ട് മാറും. ഒന്നിനും കൊള്ളില്ല. വീട്ടിൽ നിന്ന് ഇറക്കി വയ്ക്കും. വീട്ടിൽ വയ്ക്കത്തില്ല. നമ്മുടെ ശ്വാസോച്ഛ്വാസമില്ലേ, നാം ശ്വാസം എടുക്കുകയും വിടുകയും ചെയ്യുന്നു. നീ എടുത്ത ശ്വാസം വിടുവാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ അതോടെ നിന്റെ കഥ കഴിയുകയാണ്. ദൈവം കൈവിടുകയാണെങ്കിൽ നീ മണ്ണായിട്ട് മാറും, നീ മരിച്ചു പോകും. അതുകൊണ്ടാണ് ദൈവം പറയുന്നത്, ദുഷ്ടൻ പാപത്താൽ മരിക്കുന്നത് ഞാൻ ഒരിക്കലും സന്തോഷിക്കുന്നില്ല. അവൻ മാനസാന്തരപ്പെട്ടുകൊണ്ട് അവൻ തൻ്റെ ജീവിതത്തെ മാറ്റിക്കൊണ്ട് പുതിയ ജീവിതം നയിക്കുന്നതിലാണ് ഞാൻ സന്തോഷിക്കുന്നത്. അതുകൊണ്ടാണ് ദൈവം അവരെ സ്നേഹിക്കുന്നത്. എന്നാൽ അനേകർക്കും ഇത് നിസ്സാരമായിരിക്കുകയാണ്. ഈ സ്നേഹം അനേകർക്കും ഇന്ന് മനസ്സിലാകുന്നില്ല. അതുകൊണ്ട് പലപ്പോഴും നാം പറയുകയാണ്, ഇന്ന് ഈ ദൈവസ്നേഹം പലർക്കും നിസ്സാരമായിരിക്കുന്നു. അതുപോലെ സ്നേഹിക്കുന്ന ആളുകളെ കാണുമ്പോൾ തന്നെ നാം അവരെ നിരസിക്കുകയാണ് ചെയ്യുന്നത്. അവർ കഴിവില്ലാത്തവരാണെന്ന് വിചാരിക്കും. കഴിവില്ലാത്തത് കൊണ്ടാണ് ഒന്നും പറയാതിരിക്കുന്നതെന്ന് വിചാരിക്കും. കഴിവില്ലാത്തത് കൊണ്ടാണ് നമുക്കെതിരെ പറയാത്തതെന്ന് വിചാരിക്കും. ഒരു കഴിവുമില്ലാത്തത് കൊണ്ടാണ് നമുക്കെതിരെ അവർ ഉപദ്രവങ്ങളൊന്നും ചെയ്യാത്തതെന്ന് നാം ചിന്തിക്കും. എന്നാൽ യേശു ക്രിസ്തുവിൻ്റെ ആ സ്നേഹം അവരിലുണ്ട് എന്നുള്ളതായ സത്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. നിങ്ങൾ ഒരു നിമിഷം ചിന്തിക്കുക. സ്നേഹം ദേഷ്യപ്പെടുന്നില്ല. അടുത്തത്, ദോഷം കണക്കിടുന്നില്ല. ദോഷം മനസ്സിൽ സൂക്ഷിക്കുന്നില്ല. സംഭവിച്ചതിനെ ഓർത്തിട്ട് ദേഷ്യപ്പെട്ട് പകരം വീട്ടുന്നവരുടെ ജീവിതത്തിൽ എന്താണ്? തീർച്ചയായും നാം ഓർത്താൽ ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ തെറ്റുകളുണ്ടാകും. എന്താണ്? അതപ്പോൾ ക്ഷമിച്ച് മറന്നു പോവുകയാണ് ചെയ്യുന്നത്. എന്നാൽ ചില ആളുകൾ എന്താണ് ചെയ്യുന്നത്? എല്ലാ തവണയും വഴക്കുണ്ടാക്കുമ്പോൾ 2005 ഫെബ്രുവരി 3-ാം തീയതി നിങ്ങൾ എന്നോട് എന്താണ് ചെയ്തത്? 2012 5-ാമത്തെ മാസം നിങ്ങൾ എന്താണ് ചെയ്തത് എന്നെല്ലാം കണക്ക് വിളിച്ചു പറയാനിടയാകും. എന്നിട്ട് എല്ലാം റിപ്പീറ്റ് ചെയ്യുവാനിടയാകും. അപ്പോൾ ഞാൻ ക്ഷമ ചോദിച്ചതാണല്ലോ, നീ എന്നോട് ക്ഷമിച്ചെന്ന് പറഞ്ഞതാണല്ലോ. ക്ഷമിച്ചതൊക്കെയാണ്. പിന്നെ പറഞ്ഞാൽ എന്താണ്? പിന്നെ എന്താണ്? സ്നേഹം ഒരിക്കലും ദോഷം കണക്കിടുന്നില്ല. സ്നേഹത്തിൽ തെറ്റുകളുടെ പട്ടിക ഇല്ല. ദൈവം നമ്മുടെ തെറ്റുകൾ ഓർത്തു വയ്ക്കുകയാണെങ്കിൽ നമ്മെ ഇപ്പോൾ ഒന്നിനും കൊള്ളുകയില്ലായിരുന്നു. ഞാൻ എൻ്റെ ഹിതപ്രകാരം നിന്റെ ദോഷങ്ങളെ എല്ലാം തുടച്ചു നീക്കുകയാണ്. ഇനി ഒരിക്കലും ഞാൻ അവയെ ഓർക്കുകയുമില്ല. ഒരു വ്യക്തിക്ക് സ്വർഗീയ ദർശനം കിട്ടി. അദ്ദേഹത്തിൻ്റെ കയ്യിൽ വലിയൊരു ബൈബിളുണ്ട്. ആ ബൈബിളോടെ പോയി വായിക്കുകയാണ്. ബൈബിൾ നോക്കിയപ്പോൾ കുറേ പേജുകൾ അതിൽ കാണുന്നില്ല. അപ്പോൾ കർത്താവിനോട് ചോദിച്ചു, കർത്താവേ, ഭൂലോകത്തിലുള്ളതായ ബൈബിളും ഈ ബൈബിളും ഒന്നാണോ എന്ന്. ഒന്നാണെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ദാവീദ് വ്യഭിചാരം ചെയ്തു പാപം ചെയ്ത കാര്യം ഇതിൽ എഴുതിയിട്ടില്ലല്ലോ. അബ്രഹാം കള്ളം പറഞ്ഞ കാര്യം ഇതിൽ കാണുന്നില്ലല്ലോ. യേശുക്രിസ്തുവിനെ പത്രോസ് 3 പ്രാവശ്യം തള്ളിപ്പറഞ്ഞല്ലോ. ആ ചാപ്റ്ററും ആ പേജും ഇതിൽ കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ കർത്താവ് പറയുകയാണ്, അവയെല്ലാം ഞാൻ മറന്നിരിക്കുകയാണ്, തുടച്ചു മാറ്റിയിരിക്കുന്നു. അതുകൊണ്ട് അത് ഈ റെക്കോർഡിൽ കാണില്ല. നീ കർത്താവിൽ വിശ്വസിക്കുമ്പോൾ നിന്നെ ഒരു പുതിയ സൃഷ്ടിയാക്കിയിട്ട് അവൻ മാറ്റുകയാണ്. അവൻ പിന്നെ നിന്നെ ഒരു പുതിയ സൃഷ്ടിയായിട്ടാണ് കാണുന്നത്. യേശുവിൻ്റെ മഹത്വമാണത്.
ഈ ദിവസം തന്നെ കർത്താവേ, ഞാനൊരു പാപിയാകുന്നു എന്ന് പറഞ്ഞ് നിന്റെ പാപങ്ങളെല്ലാം പശ്ചാത്താപത്തോടു കൂടി ഏറ്റുപറയുകയാണ് എങ്കിൽ നീ ചെയ്ത ഓരോരോ പാപങ്ങൾക്ക് വേണ്ടി കർത്താവ് പ്രായശ്ചിത്തം ക്രൂശിൽ ചെയ്തു എന്നുള്ള കാര്യം നീ വിശ്വസിച്ചാൽ, യേശുവിൻ്റെ രക്തത്താൽ നീ കഴുകപ്പെട്ടതിന് ശേഷം നിന്നെ കാണുന്നതായ സമയത്ത് നിന്നെ ഒരു പുതിയൊരു വ്യക്തിയായിട്ടാണ് കർത്താവ് കാണുന്നത്. അല്ല, നിന്റെ പഴയ സ്വഭാവങ്ങളൊന്നും അവൻ ഓർക്കുകയില്ല. ഒരുപക്ഷെ നീ ഓർത്തേക്കാം ഇടയ്ക്കൊക്കെ, എന്നാൽ നിന്റെ പഴയ സ്വഭാവം ഒരിക്കലും ദൈവം ഓർത്തു വയ്ക്കുകയേയില്ല. അതാണ് സത്യം, അതാണ് സ്നേഹം, യഥാർത്ഥ സ്നേഹം. ദോഷം കണക്കിടാത്തതായ ദൈവിക സ്നേഹമാണത്. നീ ചെയ്തതായ തെറ്റുകളും പാപങ്ങളും വീണ്ടും ഒരിക്കലും അവൻ തൻ്റെ മനസ്സിൽ സൂക്ഷിക്കുകയേയില്ല. ആ സ്നേഹം നമ്മിലും ഉണ്ടായിരിക്കുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ആ സ്നേഹം, കർത്താവിൻ്റെ സ്നേഹം ഉണ്ടായിരിക്കുവാൻ ആഗ്രഹിക്കുന്നു. സ്നേഹം ദോഷം കണക്കിടുന്നില്ല. അടുത്തത്, അനീതിയിൽ സന്തോഷിക്കാതെ സത്യത്തിൽ സന്തോഷിക്കുന്നു. നമ്മൾ ജാഗ്രതയോടെ ആയിരിക്കണം. സ്നേഹം വളരെ പോസിറ്റീവായിട്ട് ചിന്തിക്കുന്നു എന്ന് പറഞ്ഞല്ലോ. എന്നാൽ അനീതി വരുന്നതായ ഒരു സമയത്ത് ആ സ്നേഹം അത് അംഗീകരിക്കില്ല, അത് സ്വീകരിക്കുകയില്ല. നീ ഒരു വ്യക്തിയെ യഥാർത്ഥമായി സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ആ വ്യക്തി എന്തെങ്കിലും അനീതി ചെയ്യുകയാണെങ്കിൽ നീ അത് കണ്ടുകൊണ്ട് വെറുതെ മൗനമായിരിക്കില്ല. ഒരു വ്യക്തി തെറ്റ് ചെയ്യുന്നത് നീ കാണുന്ന സമയത്ത് നീ ആ വ്യക്തി യഥാർത്ഥമായി സ്നേഹിക്കുന്നുവെങ്കിൽ ആ തെറ്റിനെക്കുറിച്ച് ബോധിപ്പിക്കാതെ നീ ഇരിക്കുകയില്ല. മനസ്സിലാകുന്നുണ്ടോ? നിങ്ങളുടെ കുഞ്ഞ് വഴിയരികിലിരുന്നിട്ട് മണ്ണ് തിന്നുന്നു എന്ന് വിചാരിക്കുക. നിങ്ങൾ എന്ത് ചെയ്യും? എടാ കഴിച്ചോടാ, നീ ശരിക്ക് കഴിച്ചോ, എനിക്കതിനും ചോറ് വെക്കേണ്ട കാര്യമില്ല, എളുപ്പമായല്ലോ, നീ ശരിക്ക് കഴിച്ചോ എന്ന് പറയുമോ? നിങ്ങൾ എന്തു ചെയ്യും? നിങ്ങളുടെ പൊന്നോമന മകനായിരിക്കാം, നിങ്ങൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ മകനായിരിക്കും. എന്തു ചെയ്യും? നിങ്ങൾ ഓടിച്ചെന്നിട്ട് അവനെ പിടിച്ചെഴുന്നേൽപ്പിച്ച് വേണമെങ്കിൽ ഒരു അടിയും കൊടുത്ത് അവൻ്റെ വായിൽ വിരലിട്ട് മണ്ണെടുത്ത് കളഞ്ഞ്, നിനക്ക് കഴിക്കാൻ ആഹാരമില്ലാത്ത കൊണ്ടാണോടാ നീ മണ്ണ് കഴിക്കുന്നത് എന്ന് ചോദിക്കില്ലേ? പറയില്ലേ? തെറ്റു ചെയ്യുന്നവരെ നേരെ നടത്തണം. അനീതിയിൽ സന്തോഷിക്കുവാൻ പാടില്ല. എന്താണ്? കള്ളപ്രവാചകന്മാരുണ്ടെങ്കിൽ എനിക്കെന്താണ് പ്രശ്നം എന്ന് യഥാർത്ഥമായൊരു പ്രവാചകൻ വിചാരിക്കരുത്. വചനവിരുദ്ധമായ ആളുകൾ പ്രസംഗിക്കുന്നത് കേൾക്കുമ്പോൾ വചനമനുസരിക്കുന്നൊരു വ്യക്തിയുണ്ടെങ്കിൽ വചനത്തിൽ കൂടി തന്നെ അവരെ ഖണ്ഡിക്കണം. അത് സ്നേഹമാണ്, അത് അസൂയല്ല, അത് കോപമല്ല, അത് പിണക്കമല്ല, അത് മത്സരബുദ്ധിയല്ല, അത് സ്നേഹമാണ്. എൻ്റെ കൂട്ടുദേവദാസൻ നശിച്ചു പോകുവാൻ പാടില്ല. എൻ്റെ യേശുവിൻ്റെ നാമത്തെ ധരിച്ചതായ ആളുകൾ നശിച്ചു പോകുവാൻ പാടില്ല എന്നുള്ള ഭാരം നിന്റെ ഹൃദയത്തിൽ ഉണ്ടാകേണ്ടതാണ്. അനീതിയിൽ സന്തോഷിക്കാതെ സത്യത്തിൽ സന്തോഷിക്കുന്നു. എല്ലാം പൊറുക്കുന്നു, എല്ലാം വിശ്വസിക്കുന്നു, എല്ലാം പ്രത്യാശിക്കുന്നു. എന്താണ്? എല്ലാം പൊറുക്കുന്നു, എല്ലാം വിശ്വസിക്കുന്നു, എല്ലാം പ്രത്യാശിക്കുന്നു, എല്ലാം സഹിക്കുന്നു. യഥാർത്ഥ സ്നേഹത്തിന് ഒരു പരിധിയില്ല. എല്ലാത്തിനെയും അവിടെ ഒരു ലിമിറ്റില്ല. അൺലിമിറ്റഡ് ലവ് ആണ്. യേശുക്രിസ്തു നമ്മുടെ നേരെ അൺലിമിറ്റഡ് ലവ് ആണ് കാണിച്ചു തന്നത്. ഒരു പരിധിയില്ലാത്ത സ്നേഹമാണ് യേശുക്രിസ്തു കാണിച്ചു തന്നത്. യേശുക്രിസ്തുവിന്റെ മക്കളായിരിക്കുന്ന നാമും പരിധിയില്ലാത്ത സ്നേഹമുള്ളവരായിരിക്കണം. കണ്ടീഷൻസ് ഇല്ലാത്ത സ്നേഹമുള്ളവരായിരിക്കണം. നിസ്വാർത്ഥമായ സ്നേഹമുള്ളവരായിരിക്കണം. സമ്പൂർണമായ സ്നേഹമുള്ളവരായിരിക്കണം. ക്ഷമിക്കുന്ന സ്നേഹമുള്ളവരായിരിക്കണം. സഹിക്കുന്ന സ്നേഹമുള്ളവരായിരിക്കണം. ദയ കാണിക്കുന്ന സ്നേഹമുള്ളവരായിരിക്കണം. സ്വാർത്ഥം അന്വേഷിക്കുന്നവരാകുവാൻ ഒരിക്കലും പാടുള്ളതല്ല. ഇപ്പോൾ പറയുക, നിങ്ങളിൽ യഥാർത്ഥ സ്നേഹമുണ്ടോ? നിങ്ങളിൽ യേശുവിൻ്റെ സ്നേഹമുണ്ടോ? ആ കർത്താവിൻ്റെ സ്നേഹമുള്ളവരായിട്ട് നാം ജീവിക്കുന്നുണ്ടോ? യേശു പറഞ്ഞ ഒരേ ഒരു കൽപ്പന, യേശുക്രിസ്തു ക്രൂശിലേക്ക് പോകുന്നതിന് മുൻപ് തന്റെ ശിഷ്യന്മാരെ വിളിച്ചു പറഞ്ഞു, നിങ്ങൾ പരസ്പരം സ്നേഹിക്കുക. നിങ്ങൾ അന്യോന്യം സ്നേഹിക്കുകയാണെങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാകുന്നുവെന്ന് ഈ ലോകം അറിയാനിടയാകും. എന്താണത്? ബാഡ്ജിട്ടത് കൊണ്ടല്ല, യൂണിഫോം ഇട്ടത് കൊണ്ടല്ല, അതൊരു കൊടി പിടിച്ചത് കൊണ്ട് അല്ല. സ്നേഹം കാണിക്കുക. പരസ്പരം സ്നേഹത്തോടെ നിങ്ങൾ ആയിരിക്കുന്നുണ്ടെങ്കിൽ, ഇവർ ആരാണ്? ഇത്ര സ്നേഹമുള്ളവരായിരിക്കുന്ന ഇവർ, ഓഹോ, ഇവർ യേശുവിന്റെ മക്കളാണ്, ഇവർ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ആളുകളാണെന്ന് ഈ ലോകം തിരിച്ചറിയാനിടയാകും. ഇന്ന് അങ്ങനെയുള്ള സ്നേഹമുണ്ടോ? നിന്റെ വീട്ടിൽ ആ സ്നേഹമുണ്ടോ? നിന്റെ കുടുംബത്തിൽ ആ സ്നേഹമുണ്ടോ? സഹിക്കുകയും ക്ഷമിക്കുകയും ചെയ്യാൻ കഴിയുന്ന സ്നേഹം നിന്നിലുണ്ടോ?
എന്താണ് പറയുന്നത്? എൻ്റെ ഹൃദയത്തിൽ എന്തെങ്കിലും ആരോടെങ്കിലും ദേഷ്യം വരികയാണെങ്കിൽ, അസൂയ വന്നെങ്കിൽ ഒരു തരത്തിലുള്ളതായ വല്ലാത്തൊരു അസ്വസ്ഥതയാണ്. ആ സമയത്ത് ഞാൻ എന്തു ചെയ്യുന്നെന്നറിയാമോ? ഉടൻ തന്നെ മുഴങ്കാൽ മടക്കി യേശുക്രിസ്തുവിൻ്റെ ക്രൂശിനെ ധ്യാനിക്കും. ക്രൂശിൽ തൂങ്ങിയതായ യേശുക്രിസ്തുവിനെ ധ്യാനിക്കും. അതാണ് ചെയ്യുന്നത്. നീ ദൈവമാണെങ്കിൽ ഇറങ്ങി വരിക, ഞങ്ങളെ രക്ഷിക്കുക, നിന്നെയും രക്ഷിച്ചുകൊള്ളുക. അപ്പോൾ കർത്താവ് എന്താണ് പറഞ്ഞത്? ഒന്നും പറഞ്ഞില്ല. ആരെങ്കിലും എന്നെ കുറ്റം പറയുകയാണെങ്കിൽ ഞാനെന്തിന് വിഷമിക്കണം? യേശുക്രിസ്തുവിനെ അത്രമാത്രം ആളുകൾ നിന്ദിച്ചിട്ടും അവനൊന്നും പറഞ്ഞില്ല. ഇന്ന് അനേകം ആളുകൾ ദൈവദാസന്മാർക്കെതിരായിട്ട് വ്യാജം പറയാറുണ്ട്, കള്ളം പറയുന്നു, അതുപോലെ പലവിധമായ ഗോസിപ്പുകൾ പ്രചരിപ്പിക്കുന്നു, ദൈവദാസന്മാർക്കെതിരായിട്ട് ദുഷ്പ്രചരണങ്ങൾ നടത്തുന്നു, സോഷ്യൽ മീഡിയകളിൽ പ്രചരിപ്പിക്കുന്നു. ഇവ കാണുന്നതായ സമയത്ത് എൻ്റെ ഹൃദയത്തിൽ ഒരുപാട് വേദനയുണ്ടാകാറുണ്ട്. ഇപ്പോൾ പ്രധാനമായും ദൈവത്തിൻ്റെ നാമം ദുഷിക്കുന്നു എന്നുള്ള വേദനയുണ്ടാകും. അതുപോലെ തന്നെ ഞാനിപ്പോൾ പ്രാർത്ഥിക്കുന്നു, കർത്താവേ, നിന്റെ നാമത്തെ നീ തന്നെ ശുദ്ധീകരിക്കുക. നിന്റെ നാമത്തെ എനിക്ക് ശുദ്ധീകരിക്കാൻ കഴിയില്ലല്ലോ, അതുകൊണ്ട് നീ തന്നെ നിന്റെ നാമത്തെ മഹത്വപ്പെടുത്തുക. ആരോടെങ്കിലും നിങ്ങൾക്ക് ദേഷ്യം തോന്നുകയാണ് എങ്കിൽ ഒരു കാര്യം ചെയ്യുക, ക്രൂശിലേക്ക് നോക്കുക. പിതാവേ, ഇവർ ചെയ്യുന്നത് എന്താണെന്ന് ഇവർ അറിയായികയാൽ ഇവരോട് ക്ഷമിക്കണമേ. നമ്മെ നിന്ദിക്കുന്ന ആളുകളും നമുക്കെതിരെ ദോഷം കണക്കിട്ട് പ്രചരിപ്പിക്കുന്ന ആളുകളും നമ്മെ ഉപദ്രവിക്കുകയും നമ്മെ അപമാനിക്കുകയും ഒറ്റപ്പെടുത്തുകയും ചെയ്യുന്നവർ, നമ്മുടെ നാശം ആഗ്രഹിക്കുന്ന ആളുകൾ നാം ഈ ലോകത്തിൽ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും. നീ അവരെ മാത്രം നോക്കിക്കൊണ്ടിരുന്നിട്ട് ഈ ഊ ഈ ആ എന്ന് പറഞ്ഞാൽ യേശുവിനെ നീ എപ്പോഴാണ് കാണുന്നത്? ഇവരോട് പോരാടാനേ നിനക്ക് സമയം കാണുകയുള്ളൂ, ഇവരോട് സംസാരിക്കാനേ സമയം കാണുകയുള്ളൂ, ഇവരെ വിമർശിക്കുവാനേ സമയം കാണുകയുള്ളൂ. നിന്നെ തന്നെ നീതീകരിക്കാനും നിന്നെ ന്യായീകരിക്കാനും മാത്രമേ നിനക്ക് സമയം കാണുകയുള്ളൂ. ഞാൻ അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു, ഞാൻ അതാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞ് പാട്ടയടിക്കുന്നതായ, സ്വയം പുകഴ്ത്തുന്നതായ അവസരങ്ങൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഇന്ന് നോക്കൂ, എത്ര ആളുകളാണ് അങ്ങനെ ചെയ്യുന്നത്. ദൈവത്തിൻ്റെ വേല സ്നേഹമില്ലാതെ നീ ചെയ്യുകയാണെങ്കിൽ, ക്രിസ്തീയ വേല സ്നേഹം കൂടാതെ ചെയ്താൽ അത് വേസ്റ്റാണ്. ഈ സഭ നടത്തുന്നത് എൻ്റെ ഡ്യൂട്ടി ആയതുകൊണ്ടല്ല, ക്രിസ്തുവിൻ്റെ സ്നേഹം നിർബന്ധിക്കുന്നത് കൊണ്ട്. എൻ്റെ അടുക്കൽ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ആളുകൾ വരുന്ന സമയത്ത് എൻ്റെ തോന്നൽ എന്താണ്? എൻ്റെ സ്വന്തം അമ്മയെപ്പോലെയാണ് അവരെ കാണുന്നത്, എൻ്റെ സഹോദരിമാരെ പോലെ, സഹോദരന്മാരെ പോലെ, എൻ്റെ മക്കളെ പോലെയാണ് കാണുന്നത്. ഞാൻ ആത്മാർത്ഥതയോടുകൂടി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും, ആത്മാർത്ഥതയോടുകൂടി അവരുടെ വിവരങ്ങൾ അന്വേഷിക്കും, ആത്മാർത്ഥതയോടുകൂടി അവർക്ക് വേണ്ടി വീട്ടിൽ ചെന്നാലും ഞാൻ പ്രാർത്ഥിക്കും. ചില സമയത്ത് എനിക്ക് വീട്ടിൽ ചെന്നാലും ഉറക്കം വരികയില്ല, ഇവരുടെ വിഷയങ്ങൾ ഓർത്തുകൊണ്ട്. കർത്താവേ, അവരുടെ പ്രശ്നങ്ങൾ ഇന്നതായിരിക്കുന്നുവല്ലോ, എനിക്കവരെ സഹായിക്കാൻ കഴിയില്ലല്ലോ, കർത്താവേ, നീ ദയവ് ചെയ്ത് അവർക്ക് വേണ്ടി വഴി തുറക്കണമേ, അവരെ ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുവാനിടയാകും. കർത്താവിനോട് യാചിക്കും. ഒരുപാട് തവണ എൻ്റെ സഭയിലുള്ള ആളുകൾ പലപ്പോഴും എന്നോട് എതിർക്കുകയാണെങ്കിൽ, ചില ആളുകൾ സഭ മാറിപ്പോവുകയാണെങ്കിൽ ഞാൻ കരയുമായിരുന്നു. എൻ്റെ മക്കളും അത് എന്നോട് ഈയിടയ്ക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ചില ആളുകൾ സഭ ഉപേക്ഷിച്ചു പോകുന്നതായ സമയത്ത് അവരുടെ വീട്ടിൽ ചെന്ന് അവരുടെ കാല് പിടിച്ച് ഞാൻ അപേക്ഷിക്കും. എന്നിട്ട് തിരികെ വന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു, കണ്ണുനീരൊഴുക്കി ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. എൻ്റെ കുഞ്ഞുങ്ങൾക്കത് മനസ്സിലാകില്ലായിരുന്നു. ഞാൻ എന്തിനാണ് ആരുടെയോ കാര്യം പറഞ്ഞിങ്ങനെ കരയുന്നതെന്ന് അവർ വിചാരിക്കുമായിരുന്നു. എന്തിനാണ് കരഞ്ഞതെന്ന് എനിക്കേ അറിയില്ല. ദൈവത്തിൻ്റെ സ്നേഹമാണ്, ദൈവത്തിൻ്റെ സ്നേഹമാണ്. യെരുശലേമിൽ ആ മലയുടെ മേലിരുന്ന് കരഞ്ഞുകൊണ്ട്, യെരുശലേമേ, യെരുശലേമേ, കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ ചെറുകടയിൽ ചേർക്കുവാൻ ആഗ്രഹിക്കുന്നത് പോലെ ഞാൻ നിങ്ങളെ ചേർക്കുവാൻ ആഗ്രഹിച്ചു, എന്നാൽ നിങ്ങൾ എൻ്റെ അടുക്കൽ വന്നില്ലല്ലോ. നിന്റെ ആത്മാവിനെ ദൈവത്തെങ്കിലേക്ക് തിരിക്കുക. ദൈവത്തിൻ്റെ സ്നേഹമുള്ള വ്യക്തികൾ മറ്റുള്ള ആളുകൾ ദൈവത്തെ വിട്ട് അകന്ന് പോകുന്നതായ സമയത്ത് അവർ കരയും, അവരെ സഹായിക്കും. ഈ അന്ത്യകാലത്ത് നാം എല്ലാവരും ഈ ക്രിസ്തുവിൻ്റെ സ്നേഹം ഉള്ളവരായി ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നു. യേശുവിൻ്റെ സ്നേഹം അത്രമാത്രം ശ്രേഷ്ഠമായിരുന്നു. ഈ ലോകത്തിലുള്ള ആളുകളെ നോക്കുമ്പോൾ ഏകദേശം 99% ആളുകൾ പറയുന്നത് എന്താണെന്നറിയാമോ? പലരോടും ഞാൻ വിഷയങ്ങൾ പങ്കുവയ്ക്കുന്ന സമയത്ത് അനേകർ എൻ്റെ അടുക്കൽ അവരുടെ പ്രശ്നങ്ങൾ പങ്കുവയ്ക്കാറുണ്ട്. ഒരുപാട് വേദനകൾ എന്നോടവർ പറയാറുണ്ട്. അങ്ങനെ എനിക്ക് മനസ്സിലായ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഏറ്റവും കൂടുതൽ ആളുകൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ പറയട്ടെ, എന്നെ ആരും സ്നേഹിക്കുന്നില്ല എന്ന്. അതേ വാക്ക് തന്നെ ഉപയോഗിച്ചില്ലെങ്കിൽ പിന്നെന്താണ് പറയുന്നത്? എന്നെ ആർക്കും ഇഷ്ടമല്ല എന്ന്. മറ്റൊരു വാക്ക് പറയുകയാണെങ്കിൽ, എന്നെ ആരും മനസ്സിലാക്കുന്നില്ല.
ഇനിയും എന്താണ് പറയുന്നത്? എന്നെ ആരും സഹായിക്കുന്നില്ല എന്ന് ചിന്തിക്കുന്ന എല്ലാവരും ഒരു തവണ ഒന്ന് കരമുയർത്താമോ? നിങ്ങളുടെ മനസ്സിൽ ഞാൻ പറഞ്ഞതായ ഈ 4 കാര്യങ്ങൾ ഉണ്ട്. അങ്ങനെ നിങ്ങൾ ചിന്തിക്കുന്ന വ്യക്തികളാണെങ്കിൽ കരമുയർത്താമോ? നിങ്ങൾ സമ്മതിച്ചാലും ഇല്ലെങ്കിലും എനിക്കറിയാം നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ അത് ഉണ്ട് എന്ന്. ഈ ദിവസം മുതൽ എന്നെ ആരും സ്നേഹിച്ചില്ലെങ്കിലും ഞാൻ എല്ലാവരെയും സ്നേഹിക്കും. എന്നെ ആരും സഹായിച്ചില്ലെങ്കിലും ഞാൻ എല്ലാവരെയും സഹായിക്കും. എന്നോട് ആരും ദയ കാണിച്ചില്ലെങ്കിലും ഞാൻ യേശുവിൻ്റെ നാമമനുസരിച്ച് എല്ലാവരോടും ദയ കാണിക്കും എന്ന തീരുമാനം നിങ്ങൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് ക്രിസ്തുവിൻ്റെ സ്നേഹമുള്ളവരായിട്ട് ജീവിക്കാം. ഇപ്പോൾ പറയാമോ നിങ്ങളൊന്ന്? എത്ര പേർക്ക് ആ സ്നേഹമുണ്ടെന്ന്? ഹല്ലേലൂയ! കുറച്ചു പേർ, ഏകദേശം 10-15 പേർ കരമുയർത്താനിടയ. ദൈവത്തിന് സ്തോത്രം. എത്ര പേർക്ക് അങ്ങനെയുള്ള സ്നേഹം ആവശ്യമുണ്ടെന്ന് പറയുന്നു? എല്ലാവർക്കും വേണം. യേശുവിൻ്റെ ആ സ്നേഹം വേണമെങ്കിൽ നിങ്ങൾ ക്രൂശിൻ്റെ അരികിൽ ഇരുന്നു കൊണ്ട് വലിച്ചെടുക്കുക. ആ യേശുവിൻ്റെ സ്നേഹം എത്ര ആളുകൾ രുചിച്ചാലും തീരാത്ത സ്നേഹമാണ്, തണുത്തു പോകാത്ത സ്നേഹമാണ്, നിത്യമായ സ്നേഹമാണ്. നമ്മൾ സ്വർഗത്തിൽ ചെന്നു കഴിഞ്ഞാൽ പിന്നെ വിശ്വാസം നമുക്ക് ആവശ്യമില്ല. സ്വർഗത്തിൽ വിശ്വാസത്തിൻ്റെ ആവശ്യമില്ല. സ്വർഗത്തിൽ നിനക്ക് സകലതുമുണ്ട്. അവിടെ ചെന്ന് നിനക്ക് വിശ്വാസത്തോടെ എനിക്ക് സൗഖ്യം വേണം, എനിക്ക് അനാരോഗ്യമാണ് എന്നൊന്നും പ്രാർത്ഥിക്കേണ്ട കാര്യമില്ല. അവിടെ നിനക്ക് വിശപ്പില്ല, ദാഹമില്ല, ഒരു കുറവുമില്ല. അതുകൊണ്ട് നീ അവിടെ പോയി പിന്നെ വിശ്വാസത്തോടെ ഇരിക്കേണ്ട കാര്യമില്ല. സ്വർഗത്തിലെത്തിയാൽ പിന്നെ നിങ്ങൾക്ക് പ്രത്യാശയുടെ ആവശ്യമില്ല. യേശുക്രിസ്തു വന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകും എന്നുള്ള പ്രത്യാശയുടെ ആവശ്യമില്ല. നിങ്ങൾ സ്വർഗത്തിലാകുന്നു. യേശുക്രിസ്തു നിങ്ങളോടൊപ്പം അവിടെ തന്നെയുണ്ട്. എന്നാൽ സ്വർഗത്തിൽ എന്താണ് വേണ്ടതെന്നറിയാമോ? എന്താണ് വേണ്ടത്? സ്നേഹം വേണം. സ്നേഹമില്ല എങ്കിൽ നിന്റെ ജീവിതം വ്യർത്ഥമാണ്. സ്നേഹം ക്ഷമിക്കുന്നു, സ്നേഹം സഹിക്കുന്നു, സ്നേഹം ജീവനെ പോലും കൊടുക്കുന്നു. എൻ്റെ യേശു എനിക്ക് വേണ്ടി പ്രാണനെ തന്നു. ഞാനും എൻ്റെ സഹോദരന് വേണ്ടി പ്രാണനെ കൊടുക്കുവാൻ ഒരുക്കത്തോടെയായിരിക്കുന്നു എന്ന് യോഹന്നാൻ പറയുന്നു. ബൈബിൾ അനുസരിച്ച് ക്രിസ്തുവിൻ്റെ സ്നേഹമുള്ളവരായി ജീവിക്കാം. ആദ്യം നമ്മുടെ മനസ്സിൽ സ്നേഹമുള്ളവരായിരിക്കാം, നമ്മുടെ വീട്ടിൽ സ്നേഹമുള്ളവരായിരിക്കാം. സ്നേഹത്താൽ നമ്മുടെ കുടുംബത്തെ കെട്ടിപ്പടുക്കാം. സ്നേഹത്തോടെ മറ്റുള്ളവരെ ക്രിസ്തുവിന് വേണ്ടി നമുക്ക് നേടാം. സ്നേഹത്തോടുകൂടി ദൈവത്തിൻ്റെ രാജ്യത്തെ നമുക്ക് പണിയാം. നെപ്പോളിയൻ പറഞ്ഞു, ഞാൻ വാളുകൊണ്ട് ലോകത്തെ ജയിക്കാൻ ആഗ്രഹിച്ചു, എന്നാൽ ക്രിസ്തു സ്നേഹം കൊണ്ട് ലോകത്തെ ജയിച്ചിരിക്കുന്നു. ആഹാ! ഗലീലയ വിട്ട് ദൂരേക്കെങ്ങും യേശുക്രിസ്തു പോയില്ല. എന്നാൽ യേശുവിൻ്റെ ഒരു ഫോട്ടോ ആരും എടുത്തു വെച്ചിട്ടില്ലായിരുന്നു. യേശു ഒരു പുസ്തകം എഴുതിയിട്ടില്ലായിരുന്നു. ആരും അവൻ്റെ വീഡിയോ എടുത്തിട്ടില്ലായിരുന്നു. എന്നാൽ ഈ കാലത്ത് അവൻ്റെ നാമം ഈ പ്രപഞ്ചം മുഴുവനും നിറഞ്ഞു നിൽക്കുന്നു. അവൻ്റെ രാജ്യം പണിയപ്പെടുന്നു. സ്നേഹരാജ്യം, സ്വർഗരാജ്യം പണിയപ്പെട്ടുകൊണ്ടിരിക്കുന്നു. നീ ആ രാജ്യത്തിന്റെ അവകാശിയായി തീരണമെങ്കിൽ നിന്റെ ഹൃദയത്തിൽ സ്നേഹമുണ്ടായിരിക്കണം. ക്രിസ്തുവിന്റെ സ്നേഹത്താൽ നിറഞ്ഞിരിക്കണം. ആ സ്നേഹം ഈ ലോകത്തിന് നീ കാണിച്ചു കൊടുക്കണം. സ്നേഹമില്ലാതെ ആളുകൾ നിന്ദിക്കപ്പെടുന്നു. സ്നേഹമില്ലാതെ ആളുകൾ ഇന്ന് കണ്ണുനീരൊഴുക്കുന്നു. നിരാശപ്പെടുന്ന അനേകം ആളുകളുണ്ട്. ദുഃഖിക്കുന്നതായിട്ടുള്ള അനേകം ആളുകളുണ്ട്. ഒരു വഴിയും കാണാതെ തളർന്നു പോകുന്നതായ അനേകർ. ആത്മഹത്യ മാത്രമാണ് പോംവഴിയെന്ന് ചിന്തിക്കുന്നതായ അനേകം ആളുകളുണ്ട്. യേശുക്രിസ്തു നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. യേശുക്രിസ്തു നിങ്ങളെ ജീവിപ്പിക്കും. യേശുക്രിസ്തു നിങ്ങളുടെ സകല ശാപങ്ങളും നിങ്ങളുടെ പാപങ്ങളും കഴുകി നിങ്ങളെ ശുദ്ധീകരിക്കും എന്ന് അവരോട് സുവിശേഷം പറയേണ്ടതായ ഉത്തരവാദിത്വം ദൈവത്തിൻ്റെ മക്കളായിരിക്കുന്നതായ നമ്മുടെ മേൽ ഉണ്ട്. ഉണ്ട് ഉണ്ടോ? ഉണ്ടോ? ഉണ്ട് എന്ന് പറയുന്നവർ മാത്രം ഹല്ലേലൂയ പറയുക. ആഹാ, നിങ്ങൾ എല്ലാത്തിനും ഹല്ലേലൂയ പറയുന്ന ശീലമായിരിക്കുന്നു. ഉത്തരവാദിത്വം ഉണ്ട് എന്ന് പറയുന്നവർ ഉണ്ട് എന്ന് ഉറക്കെ പറയുക. ആരുടെ മേലാണ്? അതും എൻ്റെ മേൽ, നമ്മുടെ മേലെന്ന് പറയണ്ട, എൻ്റെ മേലുണ്ട്. എന്താകുന്നു ആ ഉത്തരവാദിത്തം? യേശുക്രിസ്തുവിൻ്റെ സ്നേഹത്തെ ലോകത്തിന് കാണിച്ചു കൊടുക്കേണ്ടതായ ഉത്തരവാദിത്തം എൻ്റെ മേൽ ഉണ്ട്. യേശുവിൻ്റെ സ്നേഹം മറ്റുള്ളവർക്ക് ഞാൻ കാണിച്ചു കൊടുക്കണമെങ്കിൽ എൻ്റെ ജീവിതത്തിൽ അവൻ്റെ സ്നേഹം കൊണ്ട് ഞാൻ നിറഞ്ഞവൻ ആയിരിക്കണം. ദയവ് ചെയ്ത് എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. പ്രാർത്ഥനയോടെ നമുക്ക് മീറ്റിംഗ് അവസാനിപ്പിക്കാം. പ്രാർത്ഥനാ സമയത്ത് ആരും തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകരുത്. പരിശുദ്ധാത്മാവ് നമ്മുടെ നടുവിൽ സഞ്ചരിക്കുവാൻ ആഗ്രഹിക്കുന്നു. നിന്റെ ഹൃദയം മുഴുവനും ദൈവത്തിൻ്റെ സ്നേഹത്താൽ നിറയ്ക്കുവാൻ ആഗ്രഹിക്കുന്നു. നമുക്ക് സ്നേഹമുള്ളവരായി ജീവിക്കാൻ ആഗ്രഹിക്കാം. ഇതാ യേശുവേ,
നിന്റെ സ്നേഹത്താൽ എന്നെ നിറയ്ക്കണമേ. ആ കാൽവരി ക്രൂശിലെ സ്നേഹത്താൽ എൻ്റെ ഹൃദയത്തെ ഇപ്പോൾ നീ നിറയ്ക്കുമാറാകണമേ. നീ എന്നെ എത്രത്തോളം സ്നേഹിച്ചുവെന്ന്, എനിക്ക് വേണ്ടി എത്രത്തോളം കാൽവരി ക്രൂശിലെ ആ കഷ്ടത നീ സഹിച്ചുവെന്ന് ഞാൻ മനസ്സിലാക്കുന്നു, ഞാൻ ഗ്രഹിച്ചിരിക്കുന്നു കർത്താവേ. ഇനിയും ആ സ്നേഹം മാത്രം മതിയപ്പാ, നിന്റെ സഹായം മാത്രം മതി കർത്താവേ. നിന്റെ സ്നേഹത്തിന് ഞാൻ ദാസനാണ്. നിന്റെ കൃപയ്ക്കനുസരിച്ചുകൊണ്ട്, നിന്റെ ദയയ്ക്കനുസൃതമായിട്ട്, നിന്റെ സ്നേഹത്തിനനുസൃതമായിട്ട് ഞാൻ ജീവിക്കാം കർത്താവേ. പ്രാണനെ പോലും തന്നെ എന്നെ സ്നേഹിച്ചതായ കർത്താവേ, എൻ്റെ പ്രാണനെ നിനക്ക് വേണ്ടി സമർപ്പിക്കുന്നു എന്ന് കർത്താവിനോട് തീരുമാനമെടുത്തതായ ആളുകൾ ദയവ് ചെയ്ത് നിങ്ങളുടെ 2 കരങ്ങളും ആ ദൈവത്തിങ്കിലേക്ക് ഉയർത്തിക്കൊണ്ട് ആ സ്വർഗീയ സ്നേഹം, ആ ക്രിസ്തുവിൻ്റെ സ്നേഹം, ആ സ്നേഹം സ്വർഗത്തിൽ നിന്ന് നിന്നിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നു. അവൻ്റെ സ്നേഹത്താൽ നിന്നെ നിറയ്ക്കുവാനായി, അവൻ്റെ സ്നേഹത്താൽ നിന്നെ കഴുകുവാനായിട്ട്, അവൻ്റെ സ്നേഹം നിന്നിൽ കൂടി ഒഴുക്കുവാൻ അവൻ ആഗ്രഹിക്കുന്നു. നിറയ്ക്കണമേ, നിന്റെ സ്നേഹത്താൽ എന്നെ നിറയ്ക്കണമേ എന്ന് പറയുന്നവർ എന്നോടൊപ്പം ചേർന്ന് 2 കരങ്ങളും ആകാശത്തിലേക്ക് ഉയർത്തിക്കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക, കർത്താവിനോട് പ്രാർത്ഥിക്കൂ. സ്വർഗത്തിൻ്റെ വാതിലുകൾ തുറക്കുകയാണ്. കാൽവറിയിലെ സ്നേഹത്താൽ നമ്മുടെ ഹൃദയം നിറയുന്നു. അതുകാരണം ഇന്ന് നിന്റെ ജീവിതത്തിൽ, നിന്റെ പ്രവൃത്തിയിൽ, നിന്റെ പെരുമാറ്റത്തിൽ അത്ഭുതകരമായ ഒരു മാറ്റമുണ്ടാകുന്നു. അത്ഭുതകരമായ ഒരു മാറ്റം. പ്രാർത്ഥന. പരിശുദ്ധനായ സ്നേഹമുള്ള പിതാവേ, ഒരിക്കൽ കൂടി നിന്റെ പാദപീഠത്തിലേക്ക് ഞങ്ങൾ അടുത്തു വരികയാണപ്പാ. ഞങ്ങളുടെ കരങ്ങൾ ഉയർത്തിക്കൊണ്ട് നിന്റെ സന്നിധിയിൽ സമർപ്പിക്കുകയാണ്. ഞങ്ങളോട് നീ മനസ്സലിയുമാറാകണമേ. നിന്റെ സ്വർഗീയ സ്നേഹത്താൽ ഞങ്ങളെ നിറയ്ക്കുമാറാകണം. ഞങ്ങളോട് നീ ഇന്ന് കരുണ കാട്ടണമേ അപ്പാ. ഞങ്ങളിലുള്ളതായ മൂഢത്വം, ഞങ്ങളിലുള്ളതായ ക്രൂരത, ഞങ്ങളിലുള്ളതായ നീരസം, ഞങ്ങളിലുള്ളതായ പിശാചിന്റെ സ്വഭാവത്തിൽ നിന്ന് ഞങ്ങളെ നീ വിടുവിക്കണമേ. നിന്റെ സ്നേഹത്താൽ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. ആ കാൽവറി സ്നേഹത്താൽ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. നിർദോഷവും നിഷ്കളങ്കവുമായ ആ സ്നേഹത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ. ഈ ലോകത്തിൽ എവിടെ നോക്കിയാലും സ്നേഹം കാണുന്നില്ല. ഭാര്യാഭർത്താക്കന്മാർ തമ്മിൽ സ്നേഹമില്ല. മാതാപിതാക്കൾക്കും മക്കൾക്കും തമ്മിൽ സ്നേഹമില്ല. സ്നേഹിതരുടെ ഇടയിൽ സ്നേഹമില്ല. ലോകത്തിൽ എവിടെ നോക്കിയാലും ഹിംസയാണ്. കർത്താവേ, എവിടെ നോക്കിയാലും ഉപദ്രവങ്ങളാണ്. എവിടെ നോക്കിയാലും പരസ്പരം വിദ്വേഷിക്കുന്നതാണ്, പരസ്പരം അസൂയപ്പെടുന്നതാണ് കാണുന്നത്. ഭിന്നത കാണിക്കുന്നതായിട്ടാണപ്പാ കാണുന്നത്. പരസ്പരം വിദ്വേഷമുള്ളവരായിട്ടാണ് അവർ പ്രവർത്തിക്കുന്നത്. മറ്റുള്ളവർക്ക് ദോഷം ചെയ്യുന്നത് അല്ലാതെ ക്രിസ്തുവിൻ്റെ സ്നേഹമുള്ളവരായി ആരെയും അവർ ആശ്വസിപ്പിക്കുന്നില്ല. സ്നേഹത്താൽ ആശ്വസിപ്പിക്കുന്നവരെ കാണുന്നില്ല. ദയ കാണിക്കുന്നവരെ കാണുന്നില്ല. അനേകം പേർ വഞ്ചിതരായിട്ട് വ്യഭിചാരത്തിൽ അകപ്പെട്ടുകൊണ്ട് തകർന്നു കിടക്കുന്ന ജീവിതമാണ്. ഭാര്യാഭർത്താക്കന്മാരുടെ ഇടയിൽ സ്നേഹമില്ലാതെ ദിവസവും കലഹം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഇന്ന് നോക്കുമ്പോൾ എത്രയോ കുടുംബങ്ങളിൽ പകയും പിണക്കവും കലഹവും മത്സരവും പോരാട്ടവും. അയ്യോ, പിശാചിന്റെ തന്ത്രങ്ങളാണ് കാണുന്നത്. നസ്രയനായ യേശുക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ അങ്ങനെയുള്ള എല്ലാ കുടുംബങ്ങളെയും വിടുവിച്ചെടുക്കുകയാണ് കർത്താവേ. പിശാചിന്റെ ഇടമായിരിക്കുന്നതായ ഹൃദയങ്ങളെ നിന്റെ സ്നേഹത്തിന്റെ ആലയമാക്കി മാറ്റണമേ അപ്പ. ക്രിസ്തുവിന്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്നവരായിട്ട്, സ്നേഹരാജ്യമായിരിക്കുന്ന അങ്ങയുടെ സ്വർഗം വരുന്നതുവരെയും നിന്റെ സ്നേഹം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നതിനു വേണ്ടി പരസ്പരം സ്നേഹത്തോടെ മുൻപോട്ട് പോകുവാൻ, സ്നേഹം സ്നേഹത്തെ ജനിപ്പിക്കുന്നത് കൊണ്ട് ഞങ്ങളും യേശുക്രിസ്തുവിന്റെ സ്നേഹത്താൽ നിറയപ്പെട്ട് അനേകരെ ക്രിസ്തുവിലേക്ക് നേടുവാൻ സഹായിക്കുമാറാകണമേ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ. നമ്മുടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശുക്രിസ്തുവിന്റെ കൃപയും ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും സഹവാസവും നാം ഓരോരുത്തരോടും നാം പ്രാർത്ഥിച്ച സകല വിഷയങ്ങളോടും ഇന്നു മുതൽ എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. യേശുവേ, 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 യേശുവേ. നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും. നീ മാത്രം രാജാവെന്നും. നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും.
നീ മാത്രം രാജാവെന്നും യേശുവേ 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 യേശുവേ